കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വരാന്തയിൽ കിടക്കുന്ന രോഗികളെ അവിടെ നിന്ന് ബെഡുകളിലേക്ക് മാറ്റണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത് ഈ മാസം 5-ാം തീയതിയാണ്. ഇന്ന് തീയതി 19. ഇത്ര ദിവസമായിട്ടും രോഗികളെ ബെഡുകളിലേക്ക് മാറ്റാൻ കഴിഞ്ഞില്ല. ഇന്നും രോഗികൾ വരാന്തയിൽ കിടക്കുകയാണ്. ഇതിന്റെ ദൃശ്യങ്ങൾ ഇന്ന് മീഡിയ 1 പുറത്തു കൊണ്ടു. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണണം. ദൃശ്യങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്താണ് മെഡിക്കൽ കോളേജിലെ അവസ്ഥ. നമ്മളാരും എപ്പോഴും അകത്തേക്ക് കയറുന്നവരല്ല. മാത്രവുമല്ല, മാധ്യമങ്ങൾക്ക് എപ്പോഴും അങ്ങോട്ട് പ്രവേശനവുമില്ല. ഇത് വളരെ തന്ത്രപൂർവം പകർത്താൻ കഴിഞ്ഞ ദൃശ്യങ്ങളാണ്. ഈ വരാന്തകളിൽ ഇങ്ങനെ കിടക്കുന്നവർ ആശുപത്രിയിൽ അഡ്മിറ്റായ നിരന്തര ചികിത്സ ആവശ്യമുള്ള രോഗികളാണ്. അവരിൽ പലതരം രോഗങ്ങളും ഉള്ളവരുണ്ടാകും. വെറും പനിയും ചുമയും മാത്രമൊന്നുമല്ല, പല രോഗങ്ങളും ഉള്ളവരും ഉണ്ടാകും. കാരണം ഏറ്റവും കൂടുതൽ രോഗികൾ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത് അത്യാഹിത വിഭാഗം വഴിയാണ്. ജനറൽ മെഡിസിൻ OPയിൽ നിന്ന് 3-4 പേർ മാത്രമാണ് ഒരു ദിവസം അഡ്മിറ്റ് ആകുന്നതെങ്കിൽ കാഷ്വാലിറ്റി അഥവാ അത്യാഹിത വിഭാഗം വഴി ഇത് ബെഡുകളുടെ എണ്ണത്തേക്കാൾ 30-40 അധികമായിരിക്കും ഒറ്റ ദിവസം തന്നെ. അവിടെയുള്ള സൗകര്യത്തെ, അവിടെയുള്ള വാർഡുകളിലെ ബെഡുകളേക്കാൾ അത്രയും അധികമായിരിക്കും. കാഷ്വാലിറ്റിയിൽ നിന്ന് ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ എത്തിച്ച് അഡ്മിഷൻ നടത്തി ഡോക്ടർ പരിശോധിച്ചാലേ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് രോഗികളെ കൊണ്ടുപോകും. അതായത് കാഷ്വാലിറ്റിയിൽ എത്തുന്നവരിൽ കിടത്തി ചികിത്സ ആവശ്യമുള്ള മുഴുവൻ പേരും ആദ്യം അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത് ജനറൽ മെഡിസിൻ വിഭാഗത്തിലേക്കാണ്, അല്ലെങ്കിൽ അവിടുത്തെ വാർഡുകളിലേക്കാണ്. ആ വാർഡുകളിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്ന ഈ ദൃശ്യങ്ങൾ മിക്കവാറും. അവിടെ നിന്നാണ് പരിശോധനയ്ക്ക് ശേഷം മറ്റ് സ്പെഷ്യാലിറ്റി വാർഡുകളിലേക്ക് മാറ്റുന്നത്. അതിനാൽ ജനറൽ മെഡിസിൻ വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നത്. എന്നാലോ ജനറൽ മെഡിസിനും ഓർത്തോയ്ക്കും ഉള്ള അത്ര തന്നെ ബെഡുകൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലുമുണ്ട്. അവിടെ ചിലപ്പോൾ ബെഡുകൾ ഒഴിഞ്ഞു കിടക്കുകയായിരിക്കും. അപ്പോഴാണ് ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ബെഡുകളില്ലാതെ ആളുകൾ വരാന്തയിൽ കിടക്കുന്നത്. ഇതാണ് ഇതിലെ ഒരു വൈരുദ്ധ്യം. അതിനാൽ നിലത്ത് കിടക്കുന്നവരിൽ വിദഗ്ധ ചികിത്സ കിട്ടേണ്ട രോഗികൾ വരെ ഉണ്ടാകാം. കാരണം അടുത്ത ദിവസം അവരെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് മാറ്റേണ്ടതായിരിക്കാം. അവർ പോലും ഇങ്ങനെ നിലത്ത് കിടന്ന് നരകിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. കൈയൊടിഞ്ഞവരോ ഹൃദ്രോഗികളോ ഗ്യാസ്ട്രോ പ്രശ്നമുള്ളവരോ ഒക്കെ ആകാം. പ്രായമായവർക്ക് പോലും പരിഗണന കിട്ടില്ല. ഇത് എത്രയോ കാലമായി മെഡിക്കൽ കോളേജുകളുടെ ദുരവസ്ഥയാണ്. ആർക്കും ഇത് പരിഹരിക്കണമെന്ന തോന്നൽ അടിസ്ഥാനപരമായി ഇല്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ധാരാളം പുതിയ കെട്ടിടങ്ങൾ വരുന്നുണ്ട്. അതില്ലാത്തതല്ല, അവിടെ സ്ഥലമില്ലാത്തതല്ല, കെട്ടിടങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഭരണപരമായ ആവശ്യങ്ങൾക്കും മറ്റാവശ്യങ്ങൾക്കും ഒക്കെയായി വിട്ടുകൊടുക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഈ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാകുന്നത്. പാവപ്പെട്ട രോഗികളെ കിടത്തി ചികിത്സിക്കാനാണ് ഇടമില്ലാത്തത്. ഇന്ന് മെഡിക്കൽ കോളേജ് സന്ദർശിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇപ്പം നമ്മൾ PMSSYയുമായി ബന്ധപ്പെട്ട് ഒരു കാഷ്വാലിറ്റി ഷിഫ്റ്റിംഗ് നടക്കുകയാണ്. അതിന്റെ ഒരു 99% നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റിംഗ് നടത്തുമ്പോൾ ഈ പ്രശ്നം വലിയ രീതിയിൽ പരിഹരിക്കപ്പെടും. അപ്പോൾ അതിൽ എല്ലാ സംവിധാനങ്ങളും കൂടി ഒന്നിച്ചു കൊണ്ടുവന്ന് സ്ഥിരം നിയമനങ്ങൾ, അതോടൊപ്പം അല്ലാതെ നമുക്ക് കരാറടിസ്ഥാനത്തിൽ നിയമിക്കാൻ കഴിയുന്ന എല്ലാവരെയും, അങ്ങനെ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സമീപനമായിരിക്കും അത് യാഥാർത്ഥ്യമാകുന്നതിനുണ്ടാകുക. ഏതായാലും ആ ഷിഫ്റ്റിംഗ് നടക്കുന്നതോടുകൂടി വലിയൊരളവിൽ അതിൽ പരിഹാരമാകും. മന്ത്രി വീണ ജോർജ് പറയുന്ന PMSSY പദ്ധതിയിൽ പെടുത്തി പണിത പുതിയ കെട്ടിടത്തിന്റെ കാര്യം നമുക്കൊന്ന് നോക്കാം. അത് സൂപ്പർ സ്പെഷ്യാലിറ്റി സർജറിക്കും കാഷ്വാലിറ്റിക്കും വേണ്ടിയാണ് പണിതിരിക്കുന്നത് ഈ പുതിയ കെട്ടിടം. പക്ഷേ പണി പൂർത്തിയാകും മുമ്പേ 2ാം കോവിഡ് തരംഗത്തിൽ അത് കോവിഡ് വാർഡാക്കി മാറ്റേണ്ടി വന്നു. തീർച്ചയായും നമുക്ക് യുക്തിഭദ്രമായൊരു തീരുമാനമായിരുന്നു അത് ആവശ്യമാണ് ആ സമയത്ത്. പക്ഷേ അത് കഴിഞ്ഞ് കോവിഡ് വാർഡ് അവിടുന്ന് മാറ്റിയിട്ടും പണി മുന്നോട്ട് പോയില്ല. ഏകദേശം 4 മാസമായി ഈ കെട്ടിടം
അവസാനത്തെ മിനുക്കുപണികൾ തീരാതെ കിടക്കുകയാണ്. AC ഒക്കെ വെക്കുക തുടങ്ങിയ പണികൾ തീരാതെ കിടക്കുകയാണ്. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം അവിടെ അത്യാഹിത വിഭാഗത്തിന് വാർഡുകൾ തുറന്നുകൊടുത്താൽ അവിടെ പൂർത്തിയാക്കേണ്ട ജോലികൾ പിന്നെയും നീളും. അത് പിന്നെയും അവിടെ തന്നെ ബാക്കി നിൽക്കും. ഇപ്പോൾ മന്ത്രി പറഞ്ഞു 99%. ശരിയായിരിക്കാം, പക്ഷേ 1% ജോലി അവിടെ ബാക്കി കിടക്കും. അത് അവിടുത്തെ വലിയ അല്ലെങ്കിൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന സ്ഥലമായിരിക്കും അങ്ങനെ പൂർത്തിയാകാതെ നിൽക്കുന്നത്. അതുകൊണ്ട് മെഡിക്കൽ കോളേജ് അധികാരികൾ തന്നെ ആ കെട്ടിടം ഇപ്പോൾ തുറന്നു കൊടുക്കുന്നതിനോട് യോജിക്കുന്നില്ല എന്നതാണ് സത്യം. കാരണം ആ പണി പിന്നെ ഒരിക്കലും പൂർത്തിയാകാൻ പോകുന്നില്ല എന്നതുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് പാലിക്കാൻ മുട്ടുശാന്തിക്ക് ചില കാര്യങ്ങൾ ചെയ്യുക. അതിന്റെ ഓളം അടങ്ങിയാൽ വീണ്ടും പഴയപടി രോഗികൾ വഴിയിൽ കിടക്കുക. ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഫ്രീ സ്പീച്ചിന് യാതൊരു സംശയവുമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാവപ്പെട്ട രോഗികളോടുള്ള നിർവികാരതയാണ്. അല്ലായിരുന്നെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രശ്നത്തിന് ആരോഗ്യ വകുപ്പിന് എന്നേ പരിഹാരം കാണാൻ കഴിയുമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ സ്ഥലമുണ്ട്, കെട്ടിടങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ഈ ആവശ്യത്തിനായി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. സ്വകാര്യ ആശുപത്രിയിൽ പോയി വൻതുക മുടക്കി ചികിത്സ നേടാൻ കഴിയാത്തവരല്ലേ വരാന്തയിൽ കിടന്നാലെന്ത്, വേലിപ്പുറത്ത് കിടന്നാൽ.